നെയ്യാറ്റിൻകര മണ്ഡലത്തിലെ NDA സ്ഥാനാർത്ഥി ചെങ്കല്ലസ് രാജശേഖരൻ നായരുടെ റോഡ് ഷോ കുളത്തൂരിൽ നിന്നും ആരംഭിച്ചു. അതിന്റെ തത്സമയത്തിലേക്ക് രഞ്ജിത്ത് അമ്പാടി അവിടെ നിന്നും ചേരുകയാണ്. രഞ്ജിത്ത്, NDA വലിയ വിജയപ്രതീക്ഷ വെച്ച് പുലർത്തുന്ന A+ കാറ്റഗറി മണ്ഡലങ്ങളിൽ ഒന്നാണല്ലോ നെയ്യാറ്റിൻകര. അവിടെ ചെങ്കല്ലസ് രാജശേഖരൻ നായരുടെ ആവേശകരമായ പ്രചരണം ഇപ്പോൾ ഏത് നിലയിലാണ് എത്തി നിൽക്കുന്നത്? ഗൗതം, കുളത്തൂർ ദേവീക്ഷേത്ര സന്നിധിയിൽ നിന്നാണ് ഇന്നത്തെ ഈ പ്രചരണ പരിപാടി ആരംഭിച്ചിരിക്കുന്നത്. നമുക്കറിയാം, പ്രവർത്തകരുടെ വലിയ ആവേശം, വളരെ ശക്തമായ ആവേശത്തോടുകൂടിയുള്ള ഒരു സാഹചര്യങ്ങളാണുള്ളത്. ഇവിടെ ഇപ്പോൾ അദ്ദേഹം നമ്മളോട് അദ്ദേഹത്തിൻ്റെ പ്രതീക്ഷകൾ പങ്കുവയ്ക്കുകയാണ്. വളരെ ആവേശകരമായിട്ടുള്ള പ്രചരണ തുടക്കങ്ങളാണ്. എങ്ങനെ തോന്നുന്നു ഇത്രയും ദിവസം കഴിഞ്ഞു? നല്ല രീതിയിലായിരുന്നു ഇതുവരെ ഉള്ളത്. പക്ഷേ ഇന്നത്തെ തുടങ്ങുന്ന പ്രചരണം ഈ കുളത്തൂർ ക്ഷേത്രത്തിൻ്റെ സന്നിധിയിലാണ്. ഇതെൻ്റെ അച്ഛൻ്റെ ജന്മസ്ഥലമാണ്, അച്ഛൻ്റെ കുളത്തൂർ കീഴമാവൊക്കെ. അവിടെ എല്ലാം മാക്സിമം എൻ്റെ ബന്ധുക്കളും പരിചയക്കാരും ഒക്കെയാണ്. പിന്നെ അവരുടെ ആ വികാരം, പ്രത്യേകിച്ച് ഇന്ന് ഇതിൻ്റെ ഓപ്പണിങ് ചെയ്തത് എൻ്റെ മണ്ണു പ്രസാദാണ്. അത് AVP-യിലായിരുന്ന സമയത്ത് വളരെ പ്രശ്നങ്ങളുമായിട്ട് വന്നപ്പോൾ ഞാനാണ് അദ്ദേഹത്തെ തട്ടി പ്രോത്സാഹനം ചെയ്തത്. ഇന്ന് അദ്ദേഹം നാഷണൽ ലീഡറൊക്കെ ആയിട്ട് ഒരുപാട് വന്നപ്പോൾ ഈ നാട്ടിലുള്ള കുളത്തൂരിൽ അങ്ങനെ ഒരുപാട് യുവത്വങ്ങളുള്ള നാടാണ്. പ്രത്യേകിച്ച് ഇന്ന് തന്നെ സ്വീകരിച്ചതിൽ തന്നെ കൂടുതൽ യങ്സ്റ്റേഴ്സാണ്, നല്ല കഴിവുകളാണ്. അവരുടെയൊക്കെ കഴിവെന്ന് പറയുന്നത് അപാരമാണ്. അവരിൽ തിരിച്ചൊന്നും പ്രതീക്ഷിക്കാതെ നാട്ടിന് വേണ്ടിയിട്ടാണ് അവരെല്ലാം പ്രവർത്തിക്കുന്നത്. ഒരു നാട്ടിൻ്റെ വികസനമാണ് അവരാഗ്രഹിക്കുന്നത്. അതാണ് ഞങ്ങളുടെയും മുദ്രാവാക്യം എന്ന് പറയുന്നത്. നമ്മളുടെ ലക്ഷ്യം, നമ്മൾ ഭാരതീയ ജനതാ പാർട്ടിയുടെ അതെല്ലാം വികസനമാണ്. ആ വികസനത്തിന് വേണ്ടി പ്രവർത്തിക്കാനായിട്ട് തിരിച്ചൊന്നും പ്രതീക്ഷിക്കാതെ വികസനം മാത്രം ലക്ഷ്യം കൊണ്ട് പ്രവർത്തിക്കുന്ന ഒരുപാട് യങ്സ്റ്റേഴ്സിൻ്റെ ഒരു കൂട്ടായ്മയാണ് നമ്മളെ ഈ കുളത്തൂർ. അപ്പോൾ അവിടെ നിന്നാണ് ഇന്ന് പര്യടനം തുടങ്ങുന്നത്. ഇന്നലത്തെ പര്യടനം വളരെ പോസിറ്റീവായിരുന്നു, നല്ല രീതിയിലൊക്കെ ആയിരുന്നു. ഇത് രണ്ടാമത്തെ ദിവസത്തെ പര്യടനമാണ്. പലരെയും വീഡിയോയിലൊക്കെ അറിയാവുന്നതാണ്, എൻ്റെ ബന്ധുക്കളൊക്കെ ഉള്ളതാണ്. അതിനപ്പുറം എൻ്റെ സ്കൂളിൽ പഠിച്ച സായികൃഷ്ണയിൽ പഠിച്ച ഒരു കുട്ടിയെങ്കിലും ഏതെങ്കിലും വീട്ടിലൊക്കെ കാണും, ടീച്ചേഴ്സൊക്കെ കാണും. അവരെല്ലാം ആവേശം, അപ്പൂപ്പന്മാരെയൊക്കെ വിളിച്ചു വന്ന് വെളിയിലൊന്ന് വെയിറ്റ് ചെയ്യുമ്പോൾ കാണുമ്പോൾ വലിയ സന്തോഷമുണ്ട്. അവരുടെ എല്ലാം വികാരമാണ് ഈ നാടൊന്ന് മാറിക്കിട്ടണം ഒരു പ്രതീക്ഷ. അല്ല, നെയ്യാറ്റിൻകരയെ സംബന്ധിച്ചിടത്തോളം നെയ്യാറ്റിൻകരയിലെ യുവാക്കളുടെ പ്രതീക്ഷകൾ, തൊഴിലില്ലായ്മ വലിയ പ്രശ്നമാണ്. അതുപോലെ തന്നെ ടൂറിസം മേഖലയ്ക്ക് വലിയ സാധ്യതയുള്ള നാടാണ് നമ്മുടെ നെയ്യാറ്റിൻകരയുടെ നാട്. പക്ഷേ ഞങ്ങളെ അത്ഭുതപ്പെടുത്തുന്നത് ഒരു സിനിമാ തിയേറ്റർ നെയ്യാറ്റിൻകരയുടെ മണ്ണിൽ നിന്ന് പറയത്തക്ക രീതിയിലില്ല. ടൂറിസം മേഖലയ്ക്ക് വലിയ സംഭാവനകളുള്ള ഒരു മേഖല, പൂവാർ പോലുള്ള മേഖലകളുണ്ട്. അവിടെയൊന്നും കാര്യക്ഷമമായ ഒരു പ്രവർത്തനവും ദിശാബോധമുള്ളൊരു MLA നമ്മുടെ നാട്ടിലുണ്ടായിട്ടില്ല. നമ്മളെ സംബന്ധിച്ച് അഭിമാനകരമായി പറയാൻ പറ്റും. ഈ കാര്യങ്ങൾക്ക് പുറത്തുപോയി ആരുടെയും സഹായമില്ലാതെ എങ്ങനെയാണ് ഒരു നാടിനെ ടൂറിസം ഹബ്ബാക്കി മാറ്റേണ്ടത്, എങ്ങനെയാണ് നാട്ടിലെ തൊഴിലില്ലായ്മ പരിഹരിക്കേണ്ടത്, വിദ്യാഭ്യാസ മേഖലയിൽ എന്താണ് സംഭാവന ചെയ്യേണ്ടത് എന്നുള്ളത് ഇല്ല എന്നുള്ളത് മാത്രമല്ല, നമ്മുടെ സ്ഥാനാർത്ഥിയായി മത്സരിക്കുന്ന ചെങ്കൽ രാജശേഖരനെ സംബന്ധിച്ച് അദ്ദേഹം ഇതെല്ലാം നടപ്പിലാക്കിയ ആളാണ്. ടൂറിസത്തിൻ്റെ മേഖലയിൽ എങ്ങനെ വളർച്ച ഉണ്ടാക്കണമെന്ന് അദ്ദേഹത്തിന് ഇനി ട്യൂഷൻ ക്ലാസ്സിൽ പോയി പഠിക്കേണ്ട ആവശ്യമില്ല. അത് ഞങ്ങളെ സംബന്ധിച്ച് വലിയ കോൺഫിഡൻസ് ആണ്. അത് ഞങ്ങളെ കോൺഫിഡൻസ് മാത്രമല്ല, അദ്ദേഹത്തിൻ്റെ ഭാഗമായിട്ടുള്ളൊരു സ്കൂളുണ്ട്. അവിടെ എത്ര സാധാരണക്കാരായ നിർധരായ ആളുകളുടെ കുടുംബങ്ങൾ ജോലി ചെയ്യുന്നുണ്ട്. അവർ പലരും ഞങ്ങളെ സമീപിക്കുന്നുണ്ട്. അവരുടെ സമീപനം എന്ന് പറയുന്നത് അതിനു മുമ്പ് വരെ ഒരു തൊഴിലിനെക്കുറിച്ച് ചിന്തിക്കാൻ പറ്റാത്തൊരു വലിയ സമൂഹത്തിന് ആ മേഖലയിൽ തൊഴിൽ കിട്ടി. അതിൻ്റെ പ്രധാനം എന്താണ്? അഭ്യസ്ത വിദ്യരാണ് അവർക്ക് വിദ്യാഭ്യാസമുണ്ട്, പക്ഷേ അവർക്കൊരു തൊഴിലിടം ഉണ്ടായിരുന്നില്ല. എന്നാൽ അഭ്യസ്ത വിദ്യർക്ക് തൊഴിൽ കൊടുക്കാനൊരിടം, ഒരു സ്കൂള് ഇന്ന് നെയ്യാറ്റിൻകരയിലുണ്ട്. ആ സ്കൂൾ ഉണ്ടാക്കുന്നതിന് ചെങ്കൽ രാജശേഖരൻ ചേട്ടൻ നൽകി. ആ സ്കൂളിൻ്റെ പ്രത്യേകത എന്താണ്? ഏറ്റവും പോപ്പുലറായിട്ടുള്ള കൾച്ചറായിട്ടുള്ള എല്ലാ സംവിധാനങ്ങളുമുള്ള ഒരു സ്കൂളാണത്. ടൂറിസം മേഖലയിൽ ഇന്ന് നമുക്ക് അഭിമാനത്തോടു കൂടി പറയാൻ പറ്റുന്ന തിരുവനന്തപുരം ജില്ലയിലെ കോവളം ടൂറിസം ഹബ്ബാണ്. അതിന് നേതൃത്വം കൊടുത്തിരുന്ന ആളാരാണ്? ചെങ്കൽ രാജശേഖരജിയാണ്. അദ്ദേഹത്തിന് ഞങ്ങൾ ആഗ്രഹിക്കുന്നു നെയ്യാറ്റിൻകര ഒരു ടൂറിസം ഹബ്ബാക്കി മാറ്റണം, വിഴിഞ്ഞത്തിൻ്റെ സാധ്യതകളെ ഉപയോഗപ്പെടുത്തണം. അതിനെല്ലാം പറ്റുന്ന ഒരു സ്ഥാനാർത്ഥിയാണ് ചെങ്കൽ രാജശേഖരജി എന്നുള്ളൊരു പ്ലസ് ജനങ്ങളുടെ ഇടയിലുണ്ട്. പിന്നെ അദ്ദേഹത്തെ പരിചയപ്പെടുത്തേണ്ട ആവശ്യമില്ല. സ്വാഭാവികമായിട്ടും ഈ ജനങ്ങളെ നന്നായിട്ട് അറിയാവുന്ന മറ്റു പാർട്ടിക്കാർക്കും മറ്റു പ്രസ്ഥാനത്തിൽപ്പെട്ട സാധാരണക്കാരെ സംബന്ധിച്ച് അവരെല്ലാം നേരിട്ട് പല കാര്യങ്ങളിലും സമീപിക്കുന്ന ഒരാളാണ് രാജശേഖരൻ ചേട്ടൻ. അതിൻ്റെ ഒരു ഗുണവും പോലീസും പിന്നെ ഉത്സാഹമൊക്കെ നമുക്ക് കാണുമ്പോൾ തന്നെ അത് ഫീൽ ചെയ്യുന്നു. പിന്നെ വളരെ വൈകിയാണ് അദ്ദേഹം സ്ഥാനാർത്ഥിയാണ്. പക്ഷേ ആ വൈകലിൻ്റെ ഒരു ഫീലും ഇവിടെ ഒരിടവും ഉണ്ടായില്ല. നിങ്ങൾ ശ്രദ്ധിച്ചാൽ മനസ്സിലാക്കേണ്ടത്, അദ്ദേഹം സ്ഥാനാർത്ഥിയായ തൊട്ടടുത്ത ദിവസം തന്നെ മുഴുവൻ സംവിധാനങ്ങളിലും അദ്ദേഹത്തിൻ്റെ പോസ്റ്റർ, ഫ്ലക്സ് സംവിധാനം ജനങ്ങളെല്ലാം ആവേശത്തോടുകൂടി ഇറങ്ങുന്നത്. അതിൻ്റെ ഒരു പ്രതീക്ഷ ഞങ്ങളെ സംബന്ധിച്ച്. ഞാൻ കഴിഞ്ഞ ദിവസം അദ്ദേഹത്തോട് ചോദിച്ചിരുന്നു, ഒരുപാട് ആളുകളുടെ അടുത്ത് ഞങ്ങൾ പോകുമ്പോൾ മനസ്സിലാകുന്നത് വളരെ നിസ്സാര കാര്യങ്ങൾ, ചെറിയ കാര്യങ്ങൾ, ആളുകളുടെ ജീവിതവുമായിട്ട് ഏറ്റവും അടുത്ത് നിൽക്കുന്ന കാര്യങ്ങൾ മാത്രമാണ് അദ്ദേഹം പറയുന്ന വാഗ്ദാനം. അല്ലാതെ പൊള്ളയായ വാഗ്ദാനം പറയുന്നില്ല. വളരെ പോസിറ്റീവായിട്ടാണ് അദ്ദേഹം ചിന്തിക്കുന്നത്. എനിക്ക് തോന്നുന്നു എങ്ങനെയാണ് അത് ജനങ്ങളോട് ഇത്രത്തോളം ഒന്ന് അടുത്തറിയാൻ പറ്റുന്നത്?
മനസ്സിലായില്ലേ? പ്രശ്നങ്ങളോ? ഇവിടെ പ്രശ്നങ്ങളേ ഉള്ളൂ ജനങ്ങൾ. എല്ലാം എന്ന് വെച്ചാൽ ഇവിടെ നല്ല കൃഷികൾ ഉണ്ടായിരുന്ന സ്ഥലങ്ങളാണ്. നമ്മൾ ഈ പ്രത്യേകിച്ച് പല സ്ഥലങ്ങൾ, ഞാൻ നിൽക്കുന്ന സ്ഥലങ്ങളിലെ മാക്സിമം കൃഷിയായിരുന്നു. ആ കൃഷിയെല്ലാം നശിച്ചു എന്നുള്ളതെന്ന് പറയുമ്പോൾ കുളങ്ങളും വെള്ളം എല്ലാം നല്ല പോയി. കൃഷി ചെയ്യാൻ വേണ്ടി ഞാൻ ആൾറെഡി ഈ നാട്ടിന് ഞാൻ പ്രോമിസ് ചെയ്തു, കൃഷിക്കുള്ള മിഷനറി, നെല്ല് നടുന്നതിനും ആ കൊയ്ത്തിൻ്റെ മിഷനും എല്ലാം ഫ്രീ ആയിട്ട് ഞാൻ ഈ നാട്ടിൽ കൊടുത്തിട്ട് നെയ്യാറ്റിൻകര മണ്ഡലത്തിൽ എല്ലായിടത്തും കൃഷി കൊണ്ടുവരാൻ തരും. എല്ലാ കുളങ്ങളെയും സംരക്ഷിക്കും. സെൻട്രൽ ഗവൺമെൻറ്റിൻ്റെ സ്കീമും അല്ലാതെ CSRൻ്റെ ഫണ്ടൊക്കെ കൊണ്ടുവന്ന് എല്ലാ കുളങ്ങളെയും സംരക്ഷിക്കും. അവിടെയെല്ലാം ഒരു സൈഡിലൊരു ഈവനിങ്ങിലൊരു പാത്വേ ചെയ്യും. അത് ഈവനിങ് ചെരുപ്പില്ലാതെ ആൾക്കാരാക്കിയിട്ട് നടന്ന് അതിൻ്റെ സൈഡിലൊക്കെ ഫ്രീ ആയിട്ട് എന്തെങ്കിലുമൊക്കെ കാലത്ത് ജ്യൂസും വൈകുന്നേരം ടീ കോഫി സ്നാക്സ് എന്തെങ്കിലും ഫ്രീ ആയിട്ട് കൊടുക്കും. എല്ലാവരും ഈവനിങ് ആകുമ്പം അതിൽ അക്യൂപഞ്ചർ ടൈൽ വെച്ചിട്ടുള്ള നടന്നാൽ BP ഷുഗർ എല്ലാം മാറി എല്ലാ മാസവും മെഡിക്കൽ ചെക്കപ്പുകളെല്ലാം നമ്മൾ ഫ്രീ ആയിട്ടൊക്കെ കൊണ്ടുവന്ന് ഇവിടുത്തെ നാട്ടിൻ്റെ ആവശ്യമാണ്. കാരണം ഒരുപാട് പേര് അമ്മമ്മയും അപ്പൂപ്പനും മക്കൾ വെളിയിലായിട്ട് ഒരു ഓൾഡ് ഏജ് ഹോമായിട്ടൊക്കെ കഴിയാണ്. അവരെല്ലാം വെളിയിൽ കൊണ്ടുവന്നിട്ട് ഒന്നിച്ചൊരു സന്തോഷത്തിനും അവരുടെ സാറ്റിസ്ഫാക്ഷനും അവർക്ക് വേണ്ടി ഒരു മാറ്റത്തിനും ഒക്കെ എനിക്ക് ചെയ്യേണ്ട എല്ലാം എൻ്റെ പ്ലാനിങ് ആണ്. ആൾറെഡി ഞാൻ ചെങ്കൽ ചെയ്യുവാൻ അതിൻ്റെ പ്ലാനും എല്ലാം പഞ്ചായത്തിന് കൊടുത്തിരിക്കുകയാണ്. ഇപ്പം നെയ്യാറ്റിൻകര കാൻഡിഡേറ്റ് ആകുമ്പം നെയ്യാറ്റിൻകര എല്ലാം എൻ്റെ കുടുംബമാണ്. എല്ലാത്തിനും ഒന്നിച്ച് ചെയ്യണമെന്നുള്ള ആഗ്രഹമാണ്. അതിനപ്പുറം എൻ്റെ ബോംബെയിലെ കേരളീയ സമാജത്തിന് 53 വർഷം മുമ്പേ ഞാൻ പോയപ്പോൾ ആദ്യമായിട്ട് അന്തി ഉറങ്ങി കാലത്ത് വെളിയിൽ കിടന്ന് ഉറങ്ങി തണുപ്പത്ത് അകത്ത് വിളിച്ച് എനിക്കൊരു ഹോട്ടലിയർ ആക്കിയ സമാജം, അതിൻ്റെ പ്രസിഡൻ്റാണ് ഞാൻ. അതിൻ്റെ 2 സാരഥികൾ, എൻ്റെ സെക്രട്ടറിയും ട്രഷററും ഇന്ന് ബോംബെയിൽ നിന്ന് ഇതിലേക്ക് എൻ്റെ കൂടെ പ്രവർത്തിക്കാൻ വന്നിരിക്കുകയാണ്. ഒരാൾ തമിഴ്നാട് കുഴിത്തറയാണെങ്കിൽ ഒരാൾ ആലപ്പുഴയാണ്. അങ്ങനെ ഒരുപാട് ബോംബെയിൽ നമ്മളെ ഒരുപാട് കാര്യങ്ങൾ അവരെല്ലാം ഈ നാട്ടിന് വേണ്ടി വികസനത്തിന് വേണ്ടി ഒരുപാട് കാര്യങ്ങൾ ചെയ്യുമെന്നുള്ളത് എൻ്റെ ഒരു ഹെൽത്താണ്, ഒരു സപ്പോർട്ടാണ്. ഞങ്ങളുടെ പ്രിയങ്കരനായ ഞങ്ങളുടെ പ്രസിഡന്റ് രാജശേഖരൻ, ഞങ്ങൾ മണിയേട്ടൻ എന്നാണ് വിളിക്കുന്നത്. മണിയേട്ടൻ്റെ എല്ലാ വിജയത്തിനും ഞങ്ങളുടെ സമാജത്തിൻ്റെതായ എല്ലാ ഇതും നേരുന്നു. പിന്നെ ഏത് രീതിയിലുള്ള പ്രവർത്തനങ്ങൾക്കും ഞങ്ങൾ തയ്യാറായിട്ടാണ് ബോംബെ കേരളീയ സമാജത്തിൻ്റെ ആൾക്കാർ അവിടെ നിന്ന് പുറപ്പെട്ടിരിക്കുന്നത്. അദ്ദേഹത്തിൻ്റെ പ്രചരണം കൂടുതൽ ശക്തിയോടുകൂടി വളരെ ആവേശത്തോടുകൂടി ഇവിടെ കുളത്തൂരിൽ നിന്ന് ആരംഭിച്ചിരിക്കുകയാണ്. നമുക്കറിയാം 100 കണക്കിന് പ്രവർത്തകരാണ് ചെങ്കൽ എസ് രാജശേഖരൻ നായരുടെ ഈ വാഹന പ്രചരണ ജാഥയ്ക്കൊപ്പമുള്ളത്. എന്തായാലും നെയ്യാറ്റിൻകരയിൽ വലിയ ആവേശം വിതറിക്കൊണ്ട് തന്നെയാണ് NDA സ്ഥാനാർത്ഥിയായ ചെങ്കൽ എസ് രാജശേഖരൻ നായരുടെ പ്രചരണം ഓരോ ദിവസവും മുന്നോട്ട് പോകുന്നത്. ഓക്കെ രഞ്ജിത്ത്, എന്തായാലും നെയ്യാറ്റിൻകരയുടെ മണ്ണിൽ ആവേശമായി ചെങ്കൽ എസ് രാജശേഖരൻ നായർ. 2021 നിയമസഭാ തെരഞ്ഞെടുപ്പിൽ അദ്ദേഹം അവിടെ മത്സരിക്കാനെത്തി. BJPയുടെ വോട്ട് വിഹിതം വലിയ തോതിൽ വർദ്ധിപ്പിച്ച വ്യക്തിത്വമാണ്. അതിനാൽ തന്നെ ഇത്തവണയും നെയ്യാറ്റിൻകരയുടെ മണ്ണിൽ മറ്റൊരു പേര് ഭാരതീയ ജനതാ പാർട്ടിയും NDAയും പരിഗണിച്ചിരുന്നില്ല. അത് ചെങ്കൽ എസ് രാജശേഖരൻ നായരുടെ പേരിലേക്ക് തന്നെ പാർട്ടി എത്തുകയായിരുന്നു. അവിടെ ആവേശകരമായ പ്രചരണം തുടരുകയാണ്. രഞ്ജിത്ത് അമ്പാടിയാണ് നെയ്യാറ്റിൻകരയിൽ നിന്ന് വിവരങ്ങളുമായി ചേർന്നത്.